ഇതുവരെ ജലസേചനത്തിലൂടെ ഞങ്ങൾ 3 തവണ അഭിമാൻ നൽകിയിട്ടുണ്ട്. തൽഫലമായി നെൽകൃഷി നന്നായി വളർന്നു. ഓരോ കതിരിലും ഏകദേശം 100 മുതൽ 120 വരെ ധാന്യങ്ങൾ നല്ല ഗുണനിലവാരത്തോടെ വികസിച്ചു. ഒരിക്കൽ കൂടി അഭിമാൻ നൽകിയാൽ അത് വിളവെടുപ്പിന് നല്ല നിലയിലായിരിക്കും. വിളയുടെ ഗുണനിലവാരവും നല്ലതാണ്. നല്ല പോഷകാഹാരത്തോടെ വളർച്ച വളരെ മികച്ചതാണ്. ഇപ്പോൾ ഞങ്ങൾ 4ാം തവണയും അഭിമാൻ നൽകാൻ പോകുന്നു. വിളവെടുപ്പ് സമയത്ത് ഞങ്ങൾക്ക് നല്ല വിളവ് ലഭിക്കും. പതിവിലും ഉയർന്ന വിളവ് ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ ആത്മവിശ്വാസത്തോടെ ഞാൻ തുടർച്ചയായി അഭിമാൻ ഉപയോഗിക്കുന്നു. ഇതുമൂലം നെൽകൃഷി നന്നായി വളർന്നു. ഗുണനിലവാരവും മികച്ചതാണ്. ഹലോ, എന്റെ പേര് മുനിസ്വാമി. ഞാൻ റാണിബേട്ട് ജില്ലയിലെ വാലാജ താലൂക്കിലെ ഭാഗവേലി ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കർഷകനാണ്. ഞാൻ നെൽകൃഷിക്കായി APKS ഓർഗാനിക്സിൽ നിന്നുള്ള അഭിമാൻ ഉപയോഗിക്കുന്നു. ഉപയോഗരീതി അനുസരിച്ച് ഞങ്ങൾ 200 ലിറ്റർ വെള്ളത്തിൽ 3 ലിറ്റർ അഭിമാൻ കലർത്തി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നനയ്ക്കുമ്പോൾ മരുന്ന് ചേർക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മരുന്ന് 35 സെന്റ് ഭൂമിയിൽ വെള്ളത്തോടൊപ്പം തുല്യമായി വ്യാപിക്കുകയും നല്ല ഫലം ലഭിക്കുകയും ചെയ്തു. വിള ഇപ്പോൾ 70 ദിവസമായി. ഈ 70 ദിവസങ്ങളിൽ ജലസേചനത്തിലൂടെ ഞങ്ങൾ 3 തവണ അഭിമാൻ നൽകിയതിനുശേഷം നെൽകൃഷി നന്നായി വളർന്നു. ഓരോ കതിരിലും ഏകദേശം 100 മുതൽ 120 വരെ ധാന്യങ്ങൾ നല്ല ഗുണനിലവാരത്തോടെ വികസിച്ചു. കതിരുകൾ സമൃദ്ധവും ആരോഗ്യകരവുമാണ്. അഭിമാൻ ഒരിക്കൽ കൂടി നൽകിയാൽ വിളവെടുപ്പിന് വളരെ നല്ല അവസ്ഥയിലായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിളയുടെ ഗുണനിലവാരവും നല്ലതാണ്. നല്ല പോഷകാഹാരത്തോടെ വളർച്ച വളരെ മികച്ചതാണ്. ഇതുവരെ 3 തവണ അഭിമാൻ നൽകിയതിനാൽ ഇപ്പോൾ 4ാമത്തെ തവണയും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. വീണ്ടും നൽകിയ ശേഷം കതിരുകൾ പൂർണ്ണമായും വളരുകയും നല്ല വിളവെടുപ്പിന് തയ്യാറാകുകയും ചെയ്യും. വിളവെടുപ്പ് സമയത്ത് നല്ല വിളവ് ലഭിക്കും. സാധാരണയേക്കാൾ ഉയർന്ന വിളവ് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ പ്രതീക്ഷയോടെ ഞാൻ അഭിമാൻ ഉപയോഗിക്കുന്നത് തുടരുന്നു. തൽഫലമായി നെൽകൃഷി നന്നായി വളർന്നു. ഗുണനിലവാരവും മികച്ചതാണ്. നെൽവിളയ്ക്ക് മാത്രമല്ല, വാഴച്ചെടികൾക്കും ഞാൻ അഭിമാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. വാഴച്ചെടികൾക്കും നല്ല വളർച്ചയുണ്ടായിട്ടുണ്ട്. അതിനാൽ എല്ലാ കർഷകരും അഭിമാൻ വാങ്ങി ഉപയോഗിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു.